ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൂ എന്ന് പറയുന്ന മറ്റൊരു ടെലിഗ്രാം മൈനിങ് ആപ്പാണ്. സോ ഇത് എക്സംബെയറിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. സോ അവരുടെ ബാക്കപ്പ് ഉള്ള പ്രോജക്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഈ പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യാനുള്ളത് ഒരു സൂ ബിൽഡ് ചെയ്യുക. അതായത് ഡിഫറെന്റ് അനിമൽസിനുള്ള ഒരു സൂ ബിൽഡ് ചെയ്യണം. സോ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. സോ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ എല്ലാം ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതേപോലെ ഓരോ ലാൻഡിലും നിങ്ങൾക്ക് പ്ലസ് പ്ലസ് വരും. സോ ഓരോ പ്ലസ്സിലും നിങ്ങൾക്ക് ഓരോ അനിമൽ ആയിരിക്കും നിങ്ങൾ ഇവിടെ കൊടുക്കാനുള്ളത്. സോ ഓരോ അനിമൽസിനെ നിങ്ങളിവിടെ വാങ്ങിക്കേണ്ടി വരും. സോ ബൈ ആൻ അനിമൽ. ഇപ്പം എനിക്ക് 25,000 ഫുഡ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന ഈ ഒരു അനിമലിനെ വാങ്ങിക്കാൻ പറ്റുന്നത്. സോ ഞാനിപ്പോൾ എക്സാമ്പിൾ ഒരു അനിമലിനെ ഞാൻ വാങ്ങിക്കുവാണ്. ബൈ അനിമൽ. ഓക്കെ. വാൾറസ് എന്ന് പറയുന്ന ഒരു അനിമൽ ഞാൻ വാങ്ങിച്ചു. സോ ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇനി ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഒരു ബൂസ്റ്റ് ഉണ്ട്. ഈ ഒരു ബൂസ്റ്റ് 50 കൊടുത്തു കഴിഞ്ഞാൽ 50 ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ 5% ഒരു ദിവസത്തേക്ക് ബൂസ്റ്റ് ആവും. അങ്ങനെ 3 ദിവസത്തേക്ക് ബൂസ്റ്റ് ഉണ്ട്. 7 ദിവസത്തേക്ക് ബൂസ്റ്റ് ഉണ്ട്. അങ്ങനെ പല പല ബൂസ്റ്റ് ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ബൂസ്റ്റ് 24 മണിക്കൂർ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഇനി രണ്ടാമതാണ് ഈ ഒരു ഫീഡ് ദ അനിമൽസ് ടു കീപ് ദ ടോക്കൺ. സോ ഈ സൂ മൈനിങ്ങിന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഫീഡിങ്ങിനായിട്ട് ഒരു ദിവസം 4,999 ടോക്കൺസ് വേണ്ടി വരും. അതായത് അത്രയും ഫുഡ് വേണ്ടി വരും. ടോക്കൺസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫുഡാണ്. സോ ഇവിടെ ഫുഡാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഈ ഒരു അനിമൽ ഫീഡ്. ഈ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഉള്ളതിന്. സോ 4,099 ഞാനിപ്പോൾ കൊടുത്ത് ഒരു ദിവസത്തേക്ക് ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി അത് വെച്ചിട്ട് ഫീഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കോയിൻസ് ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് നമ്മുടെ കോയിൻസ്. ഇവിടെയാണ് നമ്മൾ നോക്കാനുള്ളത്. സൂ ടോക്കൺസ്. ഇപ്പോൾ എനിക്ക് 51,000 സൂ ടോക്കൺസ് ഉണ്ട്. ഇത് ടോക്കൺസ് പെർ അവർ എനിക്കിപ്പോൾ 16,000 ആണ് നിൽക്കുന്നത്. സോ ഇത് മാക്സിമം പെർ അവർ ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം കിട്ടത്തുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് കൊടുത്താൽ മാത്രമേ ഓട്ടോമാറ്റിക് നമുക്ക് ക്ലെയിം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് എപ്പോഴും ഓൺ ആക്കി ഇടണം. അതായത് വീട്ടിൽ സെക്കൻഡറി ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആക്കി ഫുൾ ടൈം അങ്ങ് ഇട്ടാൽ മതി. ഇനി 28 ദിവസം മാത്രമേ ഉള്ളൂ. ഇനി ഈ ടാസ്ക് ഉണ്ട്. ഈ ഓരോ ടാസ്ക് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ കിട്ടത്തുള്ളൂ. ഞാനൊരു 10 പേരെ ഇൻവൈറ്റ് ചെയ്തു. എനിക്ക് ഇവിടെ കൂടി പോയാൽ 10 12 പേര് അത്രയൊക്കെ എനിക്ക് വരത്തുള്ളൂ. സോ ഈ 10 പേരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത് കിട്ടിയത്. സോ അത് നമുക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ റെഡിൽ റിബസ് എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ട്വിറ്ററിൽ ഇട്ടേക്കാം. നിങ്ങളത് നോക്കിയാൽ മതി. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ടെലിഗ്രാമിൻ്റെ ഫസ്റ്റ് നെയിം ഓർ ലാസ്റ്റ് നെയിമിൽ ഒരു പാമ്പിൻ്റെ ഇമോജി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഇമോജി ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഞാൻ കോപ്പി ചെയ്തു. ഇനി ബാക്ക് അടിക്കുവാണ്. പാമ്പാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ആ ടാസ്കിലേക്ക് വരുന്നു. ടേക്ക്. ഓക്കെ. ടേക്ക് 1,500. സോ അതും കിട്ടി. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടുന്നത്. ഫുഡ് വളരെ കുറവാണ്. ഫുഡ് കിട്ടാൻ ഡെയിലി റിവാർഡ് നമ്മൾ കളക്ട് ചെയ്യണം. ഡെയിലി റിവാർഡ് ഇപ്പോൾ 16ാമത്തെ ദിവസം പോലും 4,000 ഉള്ളൂ. അതായത് കൂടി 4,000 വരെ മാത്രമേ ഡെയിലി റിവാർഡ് വരത്തുള്ളൂ. 16ാമത്തെ ദിവസം. സോ അത് നോക്കുക. ഒരു ദിവസം മിസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങും. സോ അതുകൊണ്ട് നിങ്ങൾ അതും കെയർഫുൾ ആയിട്ടിരിക്കണം. ഡെയിലി ഇത് ക്ലെയിം ചെയ്യാൻ നോക്കണം. ഇത് എക്സംബെയറിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവർ തന്നെ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് തോന്നുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംബെയറിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഇവർ 5,000 പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫോർ ഹം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് 5,000 കൊടുക്കുന്നുണ്ട്. ബാക്കി ഒന്നിനും നമുക്ക് 5,000ത്തിന് തന്നിട്ടില്ല. പിന്നെ തരുന്നത് ടോണിൻ്റെ ട്രാൻസാക്ഷൻ. സോ നിങ്ങളിവിടെ ടോണും ഡൊണേറ്റ് ചെയ്യണം. ഒരു ടോണെങ്കിലും നിങ്ങളുടെ ടോൺ കീപ്പർ വാലറ്റ് കൊണ്ടുവന്നിട്ട് ഡൊണേറ്റ് ടോൺ ഒരു പോയിന്റ് 0.1 ടോൺ നിങ്ങളിവിടെ ഡൊണേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ടോൺ ട്രാൻസാക്ഷൻ 0.5. അപ്പോൾ ടോട്ടൽ 0.6 ഒരു ടോണെങ്കിലും മിനിമം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് 0.6 നമ്മൾ ഒരു ടോണെങ്കിലും മിനിമം ഇവിടെ കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു എയർ ഡ്രോപ്പ് വരുമ്പോൾ ചിലപ്പോൾ ഒരു $50 കിട്ടിയാലും ഒരു ടോണിന് എത്ര $5 ആവത്തുള്ളൂ. ആ ഒരു റേഞ്ച്. പിന്നെ നമ്മൾ ബാക്കി കളിക്കുന്ന അനുസരിച്ചിരിക്കും. പിന്നെ റെഫറലും അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരുപാട് റെഫറലുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ചിലപ്പോൾ നല്ല എമൗണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ അലയൻസ് എന്ന് പറഞ്ഞൊരിതുണ്ട്. സോ ഇത് പുതിയ അലയൻസ് ക്രിയേറ്റ് ചെയ്യുക. അലയൻസ് എന്ന് പറയുമ്പോൾ ഓരോ ലെവൽ വരുന്നതിനനുസരിച്ച് നമുക്ക് അലയൻസ് എടുക്കാൻ പറ്റും. സോ അതിന് വലിയൊരു എമൗണ്ട് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ഓരോ എൻട്രിയുടെയും 3% കിട്ടും. അതായത് ഡൊണേഷനും എല്ലാം. ഇപ്പോൾ എനിക്ക് അലയൻസിൽ വളരെ കുറവാണ് നടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ജോയിൻ ചെയ്യാം. ഓരോ അലയൻസിന് എൻ്റേത് 30% ഒക്കെയാണ്. ടോക്കൺ പെർ അവർ പ്ലസ് 30% ബൂസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ 6,000 ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ 6,000ത്തിലോട്ട് വേണ്ട. അത് താഴെയുള്ളതിലൊന്ന് നോക്കട്ടെ, ജോയിൻ ചെയ്യാം. ഇനി അങ്ങോട്ടൊക്കെ വളരെ കുറച്ച് ആൾക്കാരാണ്. ഏറ്റവും കുറവ് 6,000ത്തിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം 5,000 വന്നിട്ടുണ്ട്. 5,000 25% ടോക്കണിൻ്റെ ബൂസ്റ്റ്. 5,000 97% ആൾക്കാരുണ്ട്. 5,000 ഫുഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം എൻട്രി ഫീ. അങ്ങനെ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഉള്ള ടോക്കൺ പെർ അവറിൻ്റെ കൂടെ പ്ലസ് 25 ബൂസ്റ്റ് ആവും. അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഞാനത് ചെയ്യുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫുഡ് കുറവാണ്. കുറച്ചുകൂടെ വന്നിട്ട് ഞാനത് ചെയ്ത് നോക്കാം.
അല്ല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഓൾറെഡി ഇപ്പോൾ ടോക്കണിൻ്റെ ബൂസ്റ്റ് ഉണ്ട് 15%. ഇതിൻ്റെ മൊത്തത്തിൽ ഒരു 10% കൂടെ അടിച്ചിട്ട് 25% ബൂസ്റ്റ് കിട്ടും. അങ്ങനെയായിരിക്കും വരുന്നത് ടോക്കണിൻ്റെ ഇത്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ലാംഗ്വേജ്, പ്ലെയർ റാങ്കിങ്, നമ്മുടെ റാങ്കിങ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ റാങ്കിങ് 300 പ്ലസ് ആണ്. 300 പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 300 അതുകൊണ്ടാണ് 300 പ്ലസ് വരുന്നത്. അല്ലാതെ 300 അതിനപ്പുറം നിൽക്കത്തില്ല. 300 കൂടുതലായിരിക്കും. 300 ആയിരിക്കത്തില്ല. കാരണം ഇവിടെ ആദ്യമൊക്കെ ഉള്ളവർക്ക് 150 മില്യണൊക്കെ പോയിൻറ്റ്സാണ് നടക്കുന്നത്. ആദ്യമൊക്കെ 300 പ്ലസ് എന്ന് പറയുമ്പോൾ ഈ പേജിൽ 300 വരെ ഉള്ളൂ. അതുകൊണ്ടാണ് 300 പ്ലസ് ഇവിടെ കാണിക്കുന്നത്. 52 മില്യനാണ് 300ാമത്തെ ആളിൻ്റെത്. അപ്പോഴാണ് ഞാൻ വെറും 52,000 ടോക്കണും വെച്ചുകൊണ്ട് നിൽക്കണത്. 52 മില്യൺ എവിടെ കിടക്കുന്നു, 52,000 എവിടെ കിടക്കുന്നു. സോ ഇത് ഇനി അടുത്ത 20 ദിവസം നിങ്ങൾ കളിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് വെച്ച് വേണം ഇത് ലെവലപ്പ് ചെയ്യാനായിട്ട്. ഈ ലെവലപ്പ് ചെയ്യാനായിട്ട് വലിയ എമൗണ്ട് ഇല്ല. പലതും ലെവലപ്പ് ചെയ്യാനായിട്ട് വളരെ കുറവൊക്കെ മതി. അതായത് 3ാമത്തെ 4ാമത്തെ ലെവലിലൊക്കെ പോകാനായിട്ട് 200ഉം 300ഉം ഒക്കെ തന്നെ മതിയാവും. ഇപ്പം ഇതിന് ഈ ഒരു ടർട്ടിലിനൊക്കെ വളരെ കുറവ് മതി. ടർട്ടിലിന് നമ്മളിപ്പോൾ 5ാമത്തെ ലെവലിലേക്ക് കയറി, 7ാമത്തെ ലെവലിലേക്ക് കയറി ടർട്ടിൽ. അടുത്ത റാബിറ്റിന് 190. റാബിറ്റ് നമ്മൾ ലെവൽ 6 ഇനി അടുത്തത് സ്ക്വറൽ ലെവൽ 5 ആക്കി. ഒരു ലെവൽ 5 അല്ലെങ്കിൽ 4 ആ റേഞ്ചിലേക്ക് നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. ഇവിടെ ഫോക്സിന് അത്യാവശ്യം വലിയ എമൗണ്ട് വരുന്നുണ്ട്. കാരണം എമൗണ്ട് കൂടുതലാണ് വരുന്നത്. ഫോക്സ്, ക്രൊക്കോഡൈൽ അവിടെയൊക്കെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ എമൗണ്ട് വരുന്നുണ്ട്. 4,000, 5,000, 7,000 ഒക്കെ ആവുന്നുണ്ട്. കാരണം അത് 23,000 ഡാർക്ക് ലെവൽ വരുമ്പോൾ 23,000 അതൊക്കെ അനുസരിച്ച് അത്രയും പോയിൻറ്റ്സ് കിട്ടും. അതിനാണ് അത് അത്രയും ലെവൽ കൂടുന്നത്. സോ ഈ തുടക്കത്തിലുള്ളതൊക്കെയാണ് വളരെ കുറച്ച് വരുന്നത്. ഇപ്പം മൂസിന് 5 ആക്കി. സീബ്ര വന്നിട്ട് സീബ്രയെ 5 ആക്കി. ഫ്ലാമിങ്ങും 5 ആക്കി. ടർട്ടിൽ 7 ആക്കി. ടർട്ടിലിന് വളരെ കുറവാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ടർട്ടിൽ റാബിറ്റ് 7 ആക്കി. സ്കുറൽ ഓക്കെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോൺ കൊടുത്തിട്ട് ഈ ടോക്കൺ എടുക്കാൻ പറ്റും. അതായത് ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്യണം. സോ വാലറ്റ് മിസ് ചെയ്യരുത്. നിങ്ങൾ ഒരിക്കൽ മാത്രമേ വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ടോൺ കീപ്പറിൻ്റെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യാം, മിസ് ചെയ്യരുത്. അതിനുശേഷം ഈ ക്യുസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യുസ് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറൗണ്ട് 1000 ഫുഡ് വീതം കിട്ടും. ക്യുസ് ജയിക്കുക മീൻസ് നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച്, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ അതിൽ ഏത് ആൻസർ തിരഞ്ഞെടുക്കും. നിങ്ങൾക്ക് റാൻഡമായിട്ട് തിരഞ്ഞെടുത്ത് പോയാൽ മതി. ചുമ്മാ അവരൊരു 6-7 ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ചുമ്മാ റാൻഡമായിട്ട് ആൻസർ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആ തിരഞ്ഞെടുത്ത ആൻസർ വെച്ചിട്ട് നിങ്ങളൊരു അനിമൽ ഇവർ മാച്ച് ചെയ്യും. സോ എനിക്ക് 2 തവണ ആനയും വന്നിട്ടുണ്ട്, 1 തവണ മറ്റേ ജാഗറും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ പ്രോബ്ലം സോൾവിങ് ആ ഒരു ഇതൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെ ചെയ്യാൻ നോക്കുക. കാരണം മാക്സിമം ഇൻട്രാക്ഷൻ വേണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇത്ര തന്നെയാണ്. ഡെയിലി ടാസ്ക് വരും. സോ ഡെയിലി ടാസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഈ ബോട്ട് ഓരോ 19 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കൽ ആനിമൽ ഫീഡർ എന്ന് പറയുന്ന ഈ ഒരു ബോട്ട് ഡെയിലി വാങ്ങിച്ചിടാൻ നോക്കുക. ഇതിപ്പോൾ 2 ദിവസം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടോക്കൺ അതിനേക്കാളും ഡെയിലി വാങ്ങിച്ച് പോയാൽ മതി. പിന്നെ ഈ ഫുഡ് കളക്ട് ചെയ്യുന്നതാണ് ഇത്തിരി പാട്. ഫുഡ് പതുക്കെ വരത്തുള്ളൂ, പെട്ടെന്ന് വരത്തില്ല. പതുക്കെ മാത്രമേ ഫുഡ് വരത്തുള്ളൂ. ഫുഡ് ഓരോ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഫുഡ് കിട്ടാനായിട്ട് ഇത്തിരി ടൈം എടുക്കും. പിന്നെ ഈ ലാൻഡ് ഇത്ര ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത്രയും കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പുതിയ സ്ഥലം കിട്ടും. ഇത് സീലൊക്കെയാണ് വരുന്നത് അടുത്ത ഏരിയ. എനിക്കിപ്പോൾ 2-3 ഏരിയ മാത്രമേ അൺലോക്ക് ആയിട്ടുള്ളൂ. അത് നമ്മൾ കളിച്ച് വരുമ്പോഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. ഇനി 28 ദിവസമുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാമിലും ഞാൻ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലും കൂടെ ഒന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റ് കാണും വരെ സലാം.